എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ ഇന്ന് കൈയോടെ തന്നെ നല്ല വിഭവ സമൃദ്ധമായ ഒരു ഉച്ചയൂണാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞേക്കാട്ടോ. നല്ല നാടൻ ലഞ്ചാണ്. ഇത് ഇഷ്ടപ്പെടാത്ത മലയാളികളൊന്നും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ വിഭവങ്ങളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നും അതേപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഇതിൽ പറയാനുണ്ടോന്ന് കേട്ടോ. അപ്പോൾ ഈ തേങ്ങാപ്പീര എടുക്കുന്നത് നമുക്ക് മീൻകറിക്കുള്ള അരപ്പിലാണ്. ഞാൻ ദാ ഇവിടെ ഏകദേശം ഒരു മുക്കാലല്ല, ഒരു മുറി തേങ്ങ ഏകദേശം മുക്കാൽ അളവിൽ ചിരണ്ടി എടുത്തതാണ് ഇപ്പം ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതാ അതിലേക്ക് 2-3 ചെറിയുള്ളി, 2 അതള് വേപ്പിലയും ഒരു 5-8 വറ്റൽ മുളകും കൂടി എടുത്തിട്ട് നല്ല വടിയെ അങ്ങോട്ട് അരച്ചെടുക്കുക. നല്ല വെണ്ണ പോലെ അങ്ങോട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇപ്പം എൻ്റെ മിക്സി ഇച്ചിരി പഴയതായത് കൊണ്ടിട്ടാണ് ഇങ്ങനെ അതിൻ്റെ വാഷറല്ലല്ലോടെ ചുറ്റിനുള്ള സാധനത്തിന് എന്താ പറയുക, റബ്ബറോ വാഷറോ അങ്ങനെ എന്തോ അല്ലേ പറയാം. അപ്പം അതില്ലാതിരുന്നത് കൊണ്ടിട്ടാണ് നന്നായിട്ട് ചൂടാവും. എന്നാലും ഞാൻ ഇടയ്ക്ക് ഇച്ചിരി 2 ഐസ് പീസൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്ത് അവിടെ മാറ്റി വെച്ചേക്കുക. അതാ ചട്ടിയിലാണ് കേട്ടോ വെക്കണത്. ഞാൻ മറ്റേ ചുവപ്പ് ചട്ടി മേടിച്ചപ്പോൾ കറുപ്പ് ചട്ടിയാണ് നല്ലതെന്നാണ് പറഞ്ഞത്. എനിക്ക് അങ്ങനെ വലിയ പിടിയില്ല, പക്ഷെ കാണാൻ ഒരു ഭംഗി ചുവപ്പ് ചട്ടി ആയതുകൊണ്ട് മേടിച്ചാണ്. അപ്പം ഞാൻ ദാ കറുപ്പ് ചട്ടി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ ദാ കറുപ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. സ്ഥിരം മീൻകറി വയ്ക്കുന്ന ചട്ടിയാണ് കേട്ടോ. അപ്പോൾ കടുകും പൊട്ടിച്ചു, ഉലുവയും പൊട്ടിച്ചു, പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ ചതച്ചിട്ടല്ല കേട്ടോ, നല്ല നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ കടുക് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നാണെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ ഉലുവ ഇടണം കേട്ടോ. ഉലുവ ഇടുമ്പോഴാണ് ആ കറിക്ക് ഒരു അസാധ്യ രുചി വരുന്നത്, പ്രത്യേകിച്ച് മീൻ കറിക്ക്. അപ്പോൾ അത് നന്നായിട്ട് ഈ പച്ചമുളകും സംഗതികളെല്ലാം നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുത്ത ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ മൊരിയിക്കുക. അതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പിടുന്നതിന് മുന്നേ തന്നെ നമ്മൾ തക്കാളി ഇടണം കേട്ടോ. ഞാൻ ആദ്യം അരപ്പിടാൻ പോയി, പിന്നെ ഓർത്തത് അയ്യോ തക്കാളി ഇട്ടില്ലല്ലോ എന്ന്. തക്കാളി നമ്മളിങ്ങനെ വാട്ടിയില്ലെങ്കിൽ ആ പച്ച ടേസ്റ്റ് പോവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കിടന്ന് കാണാനാണ് ഇഷ്ടമെങ്കിൽ അരപ്പിട്ട ശേഷം വെറുതെ തക്കാളി പെറുക്കി ഇട്ടാൽ മതി. പക്ഷെ അതിലും ടേസ്റ്റ് ഇതേപോലെ ഇടുന്നതാണ്. നന്നായിട്ട് വെള്ളം ഒഴിച്ച് അതൊന്ന് ഉടഞ്ഞു വരുന്ന വരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യുക. അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് അതിങ്ങനെ ഉടഞ്ഞു വരണം കേട്ടോ. അപ്പം നമ്മുടെ കയ്യിലുള്ള തവിയോ കയ്യിലോ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അതൊരു പ്രത്യേക സ്വാദാണ്. അതിൻ്റെ ഉള്ളിലുള്ള സത്തൊക്കെ മസാലയിലേക്ക് അങ്ങ് ഇറങ്ങുമ്പോഴത്തേനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്കിതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുടംപുളി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ മീനൊക്കെ ശരിയാക്കുമ്പോൾ തന്നെ പുളി വെള്ളത്തിലിട്ടേക്കണം. അപ്പോൾ പുളി ഉണ്ടെങ്കിൽ പുളി അതിലേക്ക് നന്നായിട്ട് ഇറങ്ങിക്കോളും. എന്നിട്ട് ഇതാ നമ്മുടെ തേങ്ങ അരപ്പ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. നമ്മുടെ ഈ മീൻ കറിക്കൊക്കെ എപ്പോഴും ഒത്തിരി തേങ്ങയായ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഭയങ്കര തേങ്ങ ഇങ്ങനെ കുറുകി ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പുഡിങ് പോലെ ഇരിക്കും, ഒരു സ്വാദും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 അളവിലുള്ള സ്പൂണിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് ഉപ്പിട്ട ശേഷം തിളക്കാൻ അനുവദിക്കുക. നല്ല വെട്ടിത്തിളച്ച് വരുമ്പോഴത്തേനും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം നമ്മുടെ ഈ തേങ്ങ അരപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. എന്നിട്ട് ഞാൻ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓലക്കൊടി എന്ന് പറയുന്ന മീനാണ് കേട്ടോ കിട്ടിയത്. നമ്മുടെ കേരയൊക്കെ പോലെ ഇരിക്കും. കേരയുടെ സ്വാദല്ല, വേറൊരു ടേസ്റ്റാണ്. അതുപോലെ കേര ഇത്രയും ഒരു വലിപ്പത്തിലല്ല, ഇത്രയൊരു വൈറ്റ് കളറിൽ നമുക്ക് കേര കിട്ടില്ലല്ലോ. അതിനേലും കുറച്ചും കൂടി നല്ല വൈറ്റായിട്ട് ചോരയൊന്നും അധികം ഇല്ലാത്തൊരു മീനാണ്. അപ്പോൾ അവിടെ ഇരുന്ന് നന്നായിട്ട് വെന്തോട്ടെ. ആ പീസെല്ലാം ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിതാ ഇപ്പുറത്ത് ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാം. അപ്പോൾ അതിലേക്ക് ബീട്രൂട്ടും പച്ചമുളകും വേപ്പിലയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി പോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഇളക്കി കൂട്ടാം കേട്ടോ. ഇളക്കി കൂട്ടിയ ശേഷം അത് അവിടെ ഇരുന്ന് വെന്തോട്ടെ. നന്നായിട്ട് അത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്നുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൂട്ടണം കേട്ടോ. ചില ആൾക്കാർ അങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ട് അടുത്ത ആവിക്ക് ഇത് ഇളക്കത്തുള്ളൂ. അത് നമ്മൾ ആ മസാല ഓടിയിട്ട് ഇളക്കി ആ മസാല എല്ലായിടത്തും വെന്ത് അതിൻ്റെ ആ സ്വാദ് എത്തണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ മീൻകറി ഇതാ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഞാനൊന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ് കേട്ടോ വെച്ചത്. നല്ല സ്വാദാണ്. ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അത് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതേപോലെ തന്നെ കുറച്ച് നമ്മുടെ വേപ്പിലയും കൂടി കൈകൊണ്ടൊന്ന് ഞെരടിയ ശേഷം ഇട്ട് കൊടുക്കുക. അടച്ചു വയ്ക്കുക. ഇനി അത് കഴിക്കുന്ന നേരം ആകുമ്പോൾ നമ്മൾ തുറന്നെടുത്ത് വിളമ്പിയാൽ മതി കേട്ടോ. സൂപ്പറാണ്. ഞാൻ ഗ്യാരണ്ടി ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ നമുക്കിതാ
പച്ചടിക്ക് വേണ്ടിയിട്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കണ്ടേ. കടുക് ഇട്ട് കൊടുക്കുക, ജീരകം ഇട്ട് കൊടുക്കുക, കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി മതി കേട്ടോ. വെളുത്തുള്ളിക്ക് ഇപ്പം ഇച്ചിരി വില കുറഞ്ഞിട്ടുണ്ടല്ലേ. ഞാൻ ഒരിടക്ക് എപ്പോഴും ഈ നമ്മുടെ വീഡിയോയിൽ പാട്ടായിരുന്നു, അയ്യോ വെളുത്തുള്ളിക്ക് വില കൂടുതലാണേ എന്ന്. എന്നിട്ട് ഇതാ തേങ്ങാപ്പീരയും കൂടി ഇട്ട ശേഷം 2 പച്ചവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ വേപ്പിലയിട്ട് അരയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാട്ടോ കറിക്ക്. എന്നിട്ട് ഇതാ വേപ്പിലയും കൂടി ഇട്ട് അരച്ച് നല്ല സൂപ്പറായിട്ട് കൊണ്ടുവരാം. കടുക് അരയാൻ ഇച്ചിരി താമസിക്കും. അപ്പോൾ ഒന്ന് അടിച്ച് വെച്ച ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചു കൊടുക്കുക. അപ്പോൾ നല്ല വടിയെ അരഞ്ഞിട്ടു കേട്ടോ. എന്നിട്ട് അരപ്പ് നമ്മളിതാ ഈ നമ്മുടെ ബീട്രൂട്ട് വെന്തതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് ആ തേങ്ങയുടെ പച്ചമണം, 5 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് മതി. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്നാവും. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചിട്ടൊന്ന് വെക്കുക. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കിതിലേക്കുള്ള തൈര് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആ സെയിം മിക്സിയുടെ ജാറിൽ തന്നെ ഞാനൊരു 1/2 ഗ്ലാസ് തൈര് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തെന്നല്ല, ഒന്ന് കറക്കിയാൽ മാത്രം മതി. എന്നിട്ട് നമ്മളിതാ ആ തൈര്, അപ്പം ഇത് മോരായിട്ടോ, എന്നിട്ട് അതിലേക്ക് നമ്മളിതാ പച്ചടിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക, പച്ചടിയാക്കാൻ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ വേഗം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നാലും മൺചട്ടി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ചൂടുള്ളതുകൊണ്ട് ഇങ്ങനെ ബബിൾസ് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഏറ്റവും ലാസ്റ്റ് നമ്മൾ കടുകും വറ്റൽമുളകും വേപ്പിലയും കൂടി താളിച്ചത് ഇട്ട് കൊടുക്കുക. അതും അവിടെ അടച്ച് വെച്ചേക്കുക. നല്ല കിടുക്കറിയാണ്. അപ്പം ഞാൻ കരുതി ഇത്രയും സ്ഥിതിക്ക് എന്തായാലും ഒരു മെഴുക്കുവരട്ടിയും കൂടി ആയിക്കോട്ടെ. അപ്പം ഞാൻ എന്താ നമ്മുടെ കുഞ്ഞിച്ചട്ടിയിൽ കടുക് പൊട്ടിച്ച ശേഷം, എല്ലാവരും ചോദിക്കേണ്ടത് നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണോ ചേച്ചി, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയാണോ? നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും എന്തിൻ്റെ ചട്ടിയാണെന്ന്. ഞാൻ പറയാട്ടത് സാധാരണ ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ്. അതിപ്പോൾ ഈ അവസ്ഥയിലായതാണ്. എന്നിട്ട് ഇതാ നമ്മൾ അതിലേക്ക് കടുക് പൊട്ടിയ ശേഷം സവാളയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അതങ്ങോട്ട് വഴണ്ട് വരുമ്പോഴത്തേനും ഉപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ പുറകെ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക. അയ്യോ മഞ്ഞൾ പൊടി ഇടണ്ടാട്ടോ, അതിന് മുന്നേ തന്നെ നമ്മളിതാ ഇതിട്ട് കൊടുക്കുക, നമ്മുടെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക. ഇതൊരു സിമ്പിൾ മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ എല്ലാം കൂടി നമ്മൾ മസാലകളെല്ലാം കൂടി തേച്ച് പുരട്ടി വെച്ചിട്ട് കടുക് പൊട്ടിച്ച് ഉള്ളി തളിച്ചിട്ടാലും മതി. അപ്പോൾ ഞാൻ എന്താ ഇന്ന് ഇങ്ങനെയാണ് വെച്ചത്. നമുക്ക് ഇങ്ങനെയും കറികൾ വയ്ക്കാം. കറികൾ നല്ല രുചിയിൽ കിട്ടുക, നല്ല ഭംഗിയിൽ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ അജണ്ട. എന്നിട്ട് അതിലേക്ക് ഉപ്പും മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട ശേഷം ഇളക്കി കൂട്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ അതവിടെ ഇരുന്ന് ലോ ഫ്ലെയിമിൽ വെന്തോട്ടെ. ആ നേരം കൊണ്ട് നമുക്കൊരു ചമ്മന്തി ആയാലോ. ചമ്മന്തി ഇല്ലാണ്ട് എന്ത് നാടനോണല്ലേ. അപ്പോൾ ഇതാ നമ്മൾ വെളിച്ചെണ്ണയിൽ കുറച്ച് വറ്റൽമുളക് അല്ലല്ലോടാ ഉണക്കച്ചെമ്മീൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ ചമ്മന്തി എന്ന് പറയുമ്പോൾ ഞാൻ നല്ല വടിയങ്ങ് അരച്ചെടുക്കുന്നതല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 5-8 ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഇട്ടതിൻ്റെ പുറകെ നമുക്കിതാ കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ അധികം എടുത്തിട്ടുണ്ട്, ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി. അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക, വേപ്പില ഇട്ട് കൊടുക്കുക. ആ തേങ്ങാപ്പീര ഭയങ്കരമായിട്ടൊന്ന് വാടണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂട് കയറിയാൽ മതി. ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് വറുത്തിട്ടുണ്ടാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് കഴിക്കുമ്പോൾ അവർക്ക് വയറുവേദന എടുക്കും. ആ തേങ്ങാപ്പീരയിൽ ആ ഒന്ന് ചൂട് കയറുമ്പോൾ തന്നെ നമുക്കിത് ആ പൊടികൾ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ വറ്റൽമുളക് ഇട്ടത് കൊണ്ട് കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. കാരണം വറ്റൽമുളകിൻ്റെ എരിവുണ്ടാവും, മക്കൾക്കും കൂടി കൊടുക്കണ്ടേ അല്ലേ. അപ്പോൾ ഒത്തിരി എരിവ് വാരിയിട്ടിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കില്ല. ഇത് അവർക്ക് ഇഷ്ടമുള്ള കറിയും കൂടിയാണ്. അപ്പം നന്നായിട്ട് അവിടെ ചൂടാറാൻ വേണ്ടി വെക്കാം. അവിടെ ഇരുന്ന് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന ശേഷമാണ്, ചൂടെല്ലാം ആറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് നമ്മുടെ എന്തുവാന്നോ ഈ പുളിയില്ലേ, പിഴുപുളി അല്ലെങ്കിൽ വാളൻ പുളി എന്നൊക്കെ പറയുന്ന പുളി, കുരു ഒന്നും ഇല്ലാണ്ട് നോക്കി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് ഓഫായിരുന്നു, ഫ്ലെയിം ഓഫായിരുന്നു, എന്നാലും ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചൂടൊക്കെ പോയി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അന്നേരം കൂടെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ടെന്ന് വെച്ചാൽ നമ്മളൊരു ചമ്മന്തി പരുവത്തിന് അരക്കില്ലേ, വെള്ളമൊന്നും ചേർക്കാണ്ട് ഇതെല്ലാം പൊടിഞ്ഞ് കിട്ടുന്ന രീതിയിൽ അരഞ്ഞങ്ങ് മുഴുവൻ അങ്ങ് പോവരുത്. ഉണക്കച്ചെമ്മീനൊക്കെ അവിടെ ഇവിടെ ഒത്തിരി അംഗവൈകല്യം പറ്റിയ പോലെ കിടക്കണം. എനിക്ക് അതാണ് ഇഷ്ടം. അങ്ങനെ കാണുമ്പോൾ തന്നെ ഇടയ്ക്ക് അതൊക്കെ ഒന്ന് പെറുക്കി കഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ടങ്ങ് അരയരുത്, അതായത് മഷി പോലെ നമ്മൾ തേങ്ങാ ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോൾ മാങ്ങയിട്ടൊക്കെ അരയ്ക്കുമ്പോൾ അങ്ങോട്ട് നല്ല വടി അങ്ങ് അരക്കില്ലേ, അങ്ങനെ അരയ്ക്കേണ്ട. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കിറ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആക്കി എടുത്തിട്ട് സെയിം
ചട്ടിയിൽ തന്നെയാണ് ഇട്ടിട്ട് കണ്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിടക്കണം ഉണക്കച്ചെമ്മീനൊക്കെ. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഇതാ ആവശ്യത്തിന് ഉപ്പിട്ടു. എനിക്ക് ഉപ്പ് പോരാന്ന് തോന്നി കേട്ടോ. ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഉപ്പ് പോരാന്ന് തോന്നി. എന്നിട്ട് ഇതാ കൈകൊണ്ട് അങ്ങനെ ഒന്ന് തേച്ച് കൂട്ടിയിട്ട് ശരിക്കും ഒരു ചമ്മന്തി ഉരുട്ടി എടുക്കത്തില്ലേ നമ്മൾ, അതുപോലെ അങ്ങ് ഞാൻ എന്താ ഉരുട്ടി 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 എടുത്തിട്ടുണ്ട്. ഉരുട്ടി കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു. പിന്നെ ഞാൻ കൂടുതൽ വെളിച്ചെണ്ണയൊന്നും വാരിക്കൊരു ഒഴിച്ചില്ല. ആ വറുത്തെടുത്ത വെളിച്ചെണ്ണ പിന്നെ ആ തേങ്ങയുടെയൊക്കെ ഒരു എണ്ണമയമാണ്. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാടൻ ഊണിലെ അടുത്തൊരു ഹൈലൈറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് പറയാമോ? പൊതിച്ചോറിലാണെങ്കിലും ഏത് നാടൻ ഭക്ഷണത്തിലാണെങ്കിലും ഉള്ളൊരു ഹൈലൈറ്റാണ് മുട്ട പൊരിച്ചത്. അതില്ലാണ്ട് എന്ത് നാടനൂണ്, ചമ്മന്തിയും മുട്ട പൊരിച്ചതില്ലാത്ത എന്ത് ഊണാണല്ലേ മലയാളികൾക്ക്. അപ്പോൾ ദാ അതിലേക്ക് ഞാനിവിടെ, നമ്മൾ 4 പേരാണല്ലോ, അപ്പോൾ 4 മുട്ട ഇരിക്കട്ടെ. 4 മുട്ട ഞാൻ ദാ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറേ ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് എപ്പോഴും മുട്ട ഇങ്ങനെ ഓംലേറ്റ് അടിക്കുക. എന്നിട്ട് ദാ ചെറിയുള്ളിയും പച്ചമുളകും നന്നായിട്ട് അങ്ങിട്ട് കൊടുത്തിട്ടുണ്ട്. വേപ്പല ഇട്ടിട്ടുണ്ട്. ജോക്കുട്ടന് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഡിമാൻഡ് പറഞ്ഞാലും ഞാൻ വലിയ മൈൻഡ് കൊടുക്കില്ല. ഒന്നും ഇടാണ്ടൊക്കെ പൊരിച്ചു തരാൻ പറഞ്ഞാലും ഇങ്ങനെയൊക്കെ എല്ലാവർക്കും കൂടി ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയും മോനെ ആ കൂട്ടത്തിൽ കൂടി കഴിക്കണം, അപ്പോഴേ നമുക്കൊരു സന്തോഷമാവുള്ളൂ. അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി വേറെ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ നല്ല തിരക്ക് പിടിച്ച പണിയല്ലേ എന്ന് പറയുമ്പോൾ ആ കുഴപ്പമില്ലമ്മ ഞാൻ നോക്കി കഴിച്ചോളാം എന്ന് പറയും. എന്നിട്ട് അതാ കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇട്ട ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ദാ ഇവിടെ ദോശക്കല്ലിലാണ് കേട്ടോ, അല്ല ദോശ പാനിലാണ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും ഇങ്ങനെ ചപ്പാത്തിയും അതേപോലെ മുട്ടയൊക്കെ ഇതിൽ വറുക്കാമോ? ശരിക്കും വറുക്കുന്നത് നല്ലതല്ല. പിന്നെ നമുക്ക് എന്താണത് മയപ്പെട്ട് കിട്ടുമെന്ന് പറയും. ചില ആൾക്കാർ പറയും മറ്റേ നമ്മുടെ കാസ്റ്റ് അയണിൻ്റെ ചട്ടി മയക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണതെന്ന്. അപ്പം ഞാൻ എന്തായാലും ഇതെടുത്തു അങ്ങ് വറുത്തു. അപ്പം ഞാൻ രാവിലെ നമുക്ക് ഇഡ്ഡലിയല്ല ദോശയും സാമ്പാറും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സാമ്പാറും ഇരിപ്പുണ്ട്. അപ്പം ഞാൻ അങ്ങനെ മുട്ടയെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ലഞ്ച് ഇത്രയും സംഗതികളാണ് കേട്ടോ. ആ സാമ്പാറിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ബാക്കിയുള്ള മുട്ടയെല്ലാം കൂടി തന്നെ ചൂടാക്കി പൊരിച്ച് ഇങ്ങെടുക്കുന്നുണ്ട്. അപ്പം നല്ല മണമാണ് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഓംലേറ്റ് ഇങ്ങനെ അടിച്ചെടുക്കുകയാണെങ്കിൽ. അപ്പോൾ രാവിലത്തെ സാമ്പാർ ഞാൻ ഒന്ന് ചൂടാക്കിയ ശേഷം പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊക്കെ എന്തൊക്കെയാണ് കറി, ഇത്രയും വിഭവങ്ങളുണ്ട് നമുക്ക്. പിന്നെ നമ്മുടെ മെഴുക്ക് വരട്ടിയും കൂടി വെച്ചപ്പോഴത്തേനും ആഹാ കോളം നിറഞ്ഞു. പിന്നെ അച്ചാറൊക്കെ നമുക്ക് ഓൾറെഡി ഇവിടെ ഉള്ളതാണല്ലോ. അപ്പം മുട്ടയെല്ലാം ഞാൻ ഇങ്ങനെ അങ്ങനെ തന്നെ മറിച്ചിടാൻ എന്നെ കൊണ്ട് ഒത്തില്ല കേട്ടോ. നമ്മൾ ചെറിയ വട്ടാണെങ്കിൽ മറിഞ്ഞ് കിട്ടും. ഇതിപ്പം ഞാൻ 4ആക്കി മുറിച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ മെഴുക്ക് വരട്ടി, മീൻകറി, അതേപോലെ തന്നെ ബീട്രൂട്ട് പച്ചടി, ചമ്മന്തി, സാമ്പാർ, മുട്ട പൊരിച്ചത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ നാടൻ വിഭവങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നാടൻ വിഭവങ്ങളൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണോ? അപ്പോൾ ഞാൻ എല്ലാം മേശപ്പുറത്ത് എടുത്തു വെച്ചപ്പോഴത്തേനും കൈ കഴുകിയിട്ട് വരാം, ഫോൺ ചാർജ് ചെയ്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇന്ത വഴിയൊക്കെ ഓടിയിട്ടുണ്ട്. അപ്പോൾ ദന്നമോള് ചോറ് കൊണ്ടുവന്ന് വെച്ചത് മാറിപ്പോയി. എൻ്റെ സ്ഥലത്ത് ജോക്കുട്ടിൻ്റെ ചോറും ജോക്കുട്ടിൻ്റെ സ്ഥലത്ത് എൻ്റെ ചോറുമാണ്. അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 2 മണിയായിട്ട് ഇതെല്ലാം ആയി വന്നപ്പോഴത്തേനും അങ്ങനെ നമ്മൾ വിഭവങ്ങളെല്ലാം കൂട്ടി ഊണ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ളതൊക്കെയാണോ ഇഷ്ടം? അല്ലെങ്കിൽ ചിക്കനും ഫ്രൈഡ് റൈസും അങ്ങനെയുള്ളതൊക്കെയാണോ ഇഷ്ടം? ഇവിടെ എൻ്റെ മക്കൾക്കും ചേട്ടൻ ഇതേപോലെ കുറേ കറികളൊക്കെ കൂട്ടി ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം അതെല്ലാം ഇന്ന് വുമൻസ് ഡേയുടെ അന്നും കൂടി എടുത്തൊരു വീഡിയോയാണ്. അപ്പം ഞാൻ കരുതി എന്നാൽ അവർക്കും കൂടി ഇഷ്ടമുള്ളത് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ എല്ലാം അങ്ങോട്ട് ഉണ്ടാക്കി. അപ്പോൾ വിളമ്പി കൊടുക്കാനും എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ പാത്രത്തിലേക്ക് മെഴുക്ക് വരട്ടിയും അച്ചാറല്ലല്ലോടാ ചമ്മന്തിയും പച്ചടിയും സാമ്പാറും. എനിക്ക് മീൻകറിയേക്കാൾ കൂടുതൽ ഇഷ്ടം സാമ്പാറാണ്. പക്ഷേ ഈ മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ ആ മീൻകറി എടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ കറി. കാരണം ഭയങ്കരമായിട്ട് ഇങ്ങനെ കട്ടിയായിട്ടില്ല, എന്നാൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. നമ്മൾ എപ്പോഴും വയ്ക്കുന്ന തേങ്ങ മുളക് അരച്ചൊരു മീൻകറിയുടെ സ്വാദല്ല, അതിനപ്പുറം നിൽക്കുന്ന ഒരു ടേസ്റ്റാണ്. അങ്ങനെ എല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് കഴിക്കുകയാണ്. ജോക്കൂട്ടിനെ പിന്നെ ഞാൻ വാരി കൊടുത്തിട്ടോ. ഇന്നിപ്പോൾ സമയമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇരുന്ന് അങ്ങോട്ട് വാരി കൊടുത്തു. ഒരു സന്തോഷം അല്ലേ? അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഒത്തിരി സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ എൻ്റെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും ഹാപ്പി വുമൻസ് ഡേ കേട്ടോ. എല്ലാവർക്കും നല്ലൊരു വുമൻസ് ഡേ ആശംസിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടോ?
ഉണ്ടെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നത്തെ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങളുടെ കമൻസ് താഴെ അറിയിക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് വരുന്നവരെ ടാറ്റാ.